പണ്ടാരാണ്ടോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയിരിക്കുകയാണ്. ഏത് മൂഷിക സ്ത്രീയുടെ കാര്യമായിരിക്കും നമ്മൾ ഈ പറയുന്നത് അല്ലേ? മറ്റൊരു മൂഷിക സ്ത്രീയല്ല, നമ്മുടെ മൂഷിക സ്ത്രീ എന്നല്ല, മൂഷിക പുരുഷനാണ്. മൂഷിക പുരുഷനായി തീർന്നിരിക്കുന്നത്. ആരായിരിക്കും ഈ മൂഷിക പുരുഷൻ? അതാരാണ്? മറ്റാരുമല്ല, നമ്മുടെ സച്ചിയാണ് നമ്മുടെ മൂഷിക പുരുഷൻ. അപ്പോൾ നമുക്ക് ഇനി മൂഷിക സ്ത്രീ എന്നുള്ള പദം മാറ്റിയേക്കാം. മൂഷിക പുരുഷൻ വീണ്ടും മൂഷിക പുരുഷനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ഇപ്പോഴേ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയും സുധിയും കൂടി ഒരുമിച്ച് വരികയാണ്. വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി നടക്കുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി, നിന്റെ കാലിന് എന്താ പ്രശ്നം, എന്ത് പറ്റി? അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, ഒന്നുമില്ല ശ്രുതി, ഇന്ന് മുഴുവനും എന്താ പറയുന്നത്, നിന്നുള്ള ജോലിയല്ലേ ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് നേരത്തെ ജോലി ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു അത്യാവശ്യം. അപ്പോൾ പിന്നെ കാലിന് നല്ല വേദനയായി എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ശ്രുതി പറയാണ്, നീ എന്തിനാ ശ്രുതി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നിട്ട് പൈസ മേടിച്ചാൽ മാത്രം പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, അത് പറ്റില്ല ശ്രുതി, നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവത്തുള്ളൂ, അങ്ങനെ മാത്രമേ നമുക്ക് പടിയായിട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അവർ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയാണ്, ഒന്ന് അവിടെ നിൽക്കുക ശ്രുതി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നോ, നമ്മുടെ ശ്രുതിയെ താങ്ങി അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കണം, എന്താ ഈ കാണിക്കുന്നത്, എന്താ ശ്രുതി ഇത്, മറ്റുള്ളവർ ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ, ഞാൻ എൻ്റെ ഭാര്യയെ എടുക്കുന്നതിന് മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നതന്നെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി പറയണേ, എന്നാലും വേണ്ട ശ്രുതി ഒന്ന് നിലത്താക്ക്. ഇല്ലടോ, ഞാൻ തന്നെ നിലത്താക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ എടുത്തുകൊണ്ട് അകത്തേക്ക് വരികയാണ്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ഇത് കാണുകയാണ്. ഈ കാഴ്ച കാണുമ്പോൾ ചന്ദ്രമതി ആദ്യം ഒന്ന് അന്താളിച്ച് പോവുകയാണ്. കാരണം ശ്രുതിയുടെ കാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാണ് പുള്ളിക്കാരത്തി ആദ്യം ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അമ്മയെ കാണുമ്പോഴത്തേക്ക് ഒരു ജാള്യതയോടുകൂടി ശ്രുതിയെ അങ്ങ് നിലത്തേക്കാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ ശ്രുതി, കാലിന് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ നാണിച്ചിങ്ങനെ ശ്രുതിയെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയാണ്, ശ്രുതിക്ക് അങ്ങനെ കാലിന് പ്രത്യേകിച്ച് അസുഖം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഇന്ന് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു, ജോലിഭാരം കാരണം പാവം ഇവൾക്ക് നടക്കാൻ നേരത്ത് കാലിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളെ എടുത്തുകൊണ്ട് ഇങ്ങ് പോകുന്നതാണ് എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, അത് വേണം മോനെ, അങ്ങനെ തന്നെ വേണം. മോള് നമ്മുടെ ഐശ്വര്യമാണ്. മോളുടെ കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ എടുക്കാൻ തോന്നിയല്ലോ, അത് തന്നെ നന്നായി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉടനെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ശ്രുതി പറയണേ, ആൻറ്റി താങ്ക്സ് ആൻറ്റി, ഇതുപോലത്തെ ഒരു അമ്മായിയമ്മയെ ലോകത്ത് മറ്റാർക്കും കിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അന്തം വിട്ട് നിൽക്കണം ചന്ദ്ര ചോദിക്കണേ, എന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അമ്മേ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, എന്നെ എടുത്തുകൊണ്ട് വരുന്ന ഈ ഒരു കാഴ്ച ആൻറ്റിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും അമ്മായിയമ്മമാരാണ് കാണുന്നതെങ്കിലുണ്ടല്ലോ, അവരുടെ മകനെ കൊണ്ട് എന്നെ എടുപ്പിച്ചതിൻ്റെ പേരിൽ എന്തോരം പ്രശ്നം ഉണ്ടായേനെ. പക്ഷേ ഈ ആൻറ്റിയുടെ മകൻ എന്നെ എടുത്തതിൽ ഒട്ടും ഒരു പരിഭവവും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി അങ്ങ് വാനോളം പൊങ്ങിപ്പോയി. എന്നിട്ട് താഴേക്ക് വരികയാണ് ചന്ദ്രമതി. എന്നിട്ട് ചന്ദ്രമതി പറയണം, മോളെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവൻ മോളെ എടുത്തുകൊണ്ട് വന്നപ്പോഴുണ്ടായതിനേക്കാൾ കൂടുതൽ സന്തോഷം ആൻറ്റിക്ക് തോന്നുന്നത് മോളുടെ ഈ വാക്ക് കേട്ടിട്ടാണ്. അപ്പോൾ ശ്രുതി ചോദിക്കണം, അതിനുവേണ്ടി ഞാൻ എന്താ ആൻറ്റി പറഞ്ഞത്? മോള് പറഞ്ഞില്ലേ ആൻറ്റിയുടെ ഈ മകൻ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അതിൽ പരം സന്തോഷം വേറെ എന്താ എനിക്ക് ഉണ്ടാവേണ്ടത്? സാധാരണ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വന്തമാക്കാനാണ് നോക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമ്മായിയമ്മ സ്വന്തം മകന് ഒരു നേരത്തെ ആഹാരം കൊടുത്താലോ മിണ്ടിയാലോ ഒക്കെ അത് വലിയ വിഷയമാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. കുറേ കഴിയുമ്പോൾ അവനെയും കൊണ്ടങ്ങ് പോവും. അതാണ് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന പെൺകുട്ടികളുടെയൊക്കെ സ്വഭാവം. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മകനാണ് ശ്രുതി എന്നുള്ള രീതി സംസാരിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതിക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ശ്രുതിയോട് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, മോളൊരു കാര്യം ചെയ്യും, മോൾ ഇവിടെ ഇരിക്കേ, ആൻറ്റി ചെന്നിട്ട് മോക്ക് കുടിക്കാനായിട്ട് പാലെടുത്തുകൊണ്ട് വരാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയണേ, ശ്രുതി നീയും ഇവിടെ ഇരിക്കേ, നിങ്ങൾക്ക് 2 പേർക്കും കുടിക്കാനുള്ള പാല് ആൻറ്റി ബദാമും കുങ്കുമപ്പൂവും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് പോവുകയാണ്.
അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ നമ്മുടെ ശ്രുതി അടുത്തിരിക്കുകയാണ്. അപ്പോൾ മെല്ലെ നമ്മുടെ ശ്രുതിയെ ഹഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് കിസ്സൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഏയ് ചുമ്മാ അതിരി ശ്രുതി, ഇവിടെയൊക്കെ മറ്റുള്ളവർ ആരെങ്കിലും കണ്ടാൽ എന്ത് കരുതും? ഏയ് ആരെന്ത് കരുതാൻ, നീ എൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയുകയാണ്. ആ ഭാര്യയാണെങ്കിലുണ്ടല്ലോ അതൊക്കെ ഞാൻ പിന്നെ തന്നോളാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ രേവതി അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ചുറ്റും ഇങ്ങനെ വീക്ഷിക്കുകയാണ്. എന്നിട്ട് ചോദിക്കണം, എന്തായടി, വല്ലതും ഉണ്ടാക്കി തീർന്നോ? അതെങ്ങനെ, നേരത്തെ കാലത്തും ഒന്നും ചെയ്യില്ലല്ലോ. ദേ ശ്രുതിയും വന്നിട്ടുണ്ട്, അവര് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം റെഡി ആയിക്കൊള്ളണം എന്നിങ്ങനെ പറയാണ്. രേവതി ഇങ്ങനെ മൈൻഡ് ചെയ്യാതെയൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി അവിടെ എവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ അള്ളി നോക്കുകയാണ്. അവിടെ ചെന്ന് പിടിക്കുന്നു, ഇവിടെ ചെന്ന് പിടിക്കുന്നു. എന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ്, അല്ല രേവതി, ഇവിടെ ഇരുന്ന പാല് നീ എടുത്ത് കുടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കണം, ഞാനിവിടെ ബദാമും കുങ്കുമപ്പൂവും കൂടി ചേർത്ത് വച്ചിരുന്ന പാല് നീ എടുത്ത് കുടിച്ചോ? ചില കള്ളി പൂച്ചകളൊക്കെ ഉണ്ട്, കട്ട് കുടിക്കുന്നതിന് ഒരു ഉളുപ്പും കാണില്ല, അത്തരത്തിലുള്ള ഒരു പൂച്ചയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രേവതിക്ക് ദേഷ്യം വരികയാണ്. രേവതി പൊട്ടിത്തെറിക്കുകയാണ്. രേവതി പറയാണ്, അമ്മയുടെ മുഖത്ത് എന്താ കണ്ണിൻ്റെ സ്ഥാനത്ത് 2 ഗോലിയാണോ ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ഇരിക്കുന്ന പിന്നെ എന്താ, കണ്ണ് തുറന്ന് അങ്ങോട്ട് നോക്കൂ എന്നിങ്ങനെ പറയാണ്. രേവതിക്കും ദേഷ്യം വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുമ്പോൾ ഫ്ലാസ്കിൽ പാൽ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി ചെന്ന് അതങ്ങോട്ട് എടുത്തിട്ട് പറയണം, അതേ നീ കൂടുതൽ ഇവിടെ നിന്ന് തുള്ളുകയൊന്നും വേണ്ട, അധികം ചാട്ടിയാലൊന്നും ഇങ്ങോട്ട് വേണ്ട മോളെ എന്നിങ്ങനെ പറയണ്. രേവതി ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയുകയാണ്, ആ പെട്ടെന്ന് എല്ലാം റെഡി ആയിക്കൊള്ളണം, ഇപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടിരുന്നോളണം എന്നിങ്ങനെ പറയണേ. രേവതി അത് കേൾക്കുമ്പോൾ രേവതിക്ക് വിഷമമാവുകയാണ്. പക്ഷേ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ചന്ദ്രമതി അതും കൊണ്ടുവന്ന് നേരെ ആ പാല് ഒഴിക്കുകയാണ്. 2 ഗ്ലാസ്സിലായിട്ട് 2 ഗ്ലാസ്സല്ല 1 ഗ്ലാസ്സിലേ ഒഴിക്കുന്നുള്ളൂ, ശ്രുതിക്ക് കൊടുക്കാൻ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അതും കൊണ്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, ആ മോളെ ശ്രുതി, മോളി പാല് കുടിച്ചേ, ദേ ആൻറ്റി ഇതിനകത്ത് കുങ്കുമപ്പൂവും ബദാം പൗഡറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാ, ഇത് കുടിച്ചാലുണ്ടല്ലോ മോക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കളറും വെക്കും, കുറേ കൂടി സുന്ദരിയാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയാണ്, ആൻറ്റി അങ്ങോട്ടേക്ക് വെച്ചേക്ക് ആൻറ്റി, ഞാൻ ആകെ ടയേർഡാണ്, ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ആ കൊണ്ടുവന്ന പാല് അകത്തേക്ക് പോയില്ല, ഈ പാല് കൊണ്ടുവന്ന് വരികയാണ്. പാല് കൊണ്ടുവന്നിട്ട് ഇതാ മോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ശ്രുതി പറയുകയാണ്, ഓ ഇതുപോലൊരു ഇത്രയും നല്ലൊരു ആൻറ്റിയെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങോട്ടേക്ക് വന്ന ഉടനെ നമ്മുടെ ചന്ദ്രമതി രേവതിയെ കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് കുത്തൽ കൂടുതലാണല്ലോ. അപ്പം ചന്ദ്രമതി പറയാണ്, മോളെ ശ്രുതി, നാളെ മുതൽ നിങ്ങൾ 2 പേരും കൂടി ജോലിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ ഒരിത്തിരി സമയം മെനക്കെട്ട് 2 പേർക്കും കടുവും മുളകും ചുറ്റി അടുപ്പിലിടണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കണം, അതെന്തിനാ ആൻറ്റി അങ്ങനെ ചെയ്യുന്നത്? മോളെ, ഇവിടെ ചിലരുടെ ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടല്ലോ, മോളെ നേർക്ക് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. ദേ അങ്ങനെയാണല്ലോ ശ്രുതി മോളെ സ്നേഹിക്കുന്നത്. വേറെ ചിലരുടെ ഭർത്താവിനാണെങ്കിൽ കണ്ണിന് നേരെ അവർക്ക് കണ്ടുകൂടാ. അതുകൊണ്ടേ മറ്റുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ കണ്ണ് അതിൽ പെടും. അതുകൊണ്ടേ കണ്ണ് പെട്ടാലുണ്ടല്ലോ അതൊന്നും നന്നാവില്ല. അതുകൊണ്ടേ വേറെ ചിലരുടെ കൺപയർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിട്ടി ഇടുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. രേവതി ഒന്നും മിണ്ടാട്ട് അകത്തേക്ക് അടുക്കളയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ശ്രുതി പറയുന്നത്, അമ്മേ പാലങ്ങോട്ടേക്ക് വെക്ക്, ഞാൻ ഒന്ന് മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ ആ സമയം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്താ പറയുന്നത്, ഒരാൾ പിടിച്ച് അകത്തോട്ട് തള്ളിയിടുമ്പോൾ എങ്ങനെയാണോ വീഴുന്നത് ആ രീതിയിൽ വന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോട്ട് മുഖം ഇടിച്ച് വന്ന് വീഴുകയാണ് നമ്മുടെ സച്ചി. വീണിട്ട് സച്ചി ഭയങ്കര മദ്യപിച്ചിട്ട് നിൽക്കുകയാണ്. സച്ചിക്ക് കാല് നിലത്ത് തൊടാൻ പറ്റുന്നില്ല. സച്ചി പറയണം, ആരാടാ എന്നെ പിടിച്ച് തള്ളിയത് എന്ന് പറഞ്ഞിട്ട് നാക്കൊക്കെ അഴകൊഴാന്ന് പറഞ്ഞിരിക്കുകയാണ്. ആരാടാ എന്നെ പിടിച്ച് തള്ളിയത്, നിന്നെ ഞാൻ ഇടിക്കോടാ ചവിട്ടോടാ എന്നും പറഞ്ഞിട്ടൊക്കെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതി വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്താ ശ്രുതി കാണുന്നത്, ഇതെന്താ, ഇവനെന്താ മദ്യപിക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയണേ, എൻ്റെ ശ്രുതി, നീ ഇത് വല്ലതും കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവൻ്റെ തനി കുണം കാണണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നിനക്ക് ഇവൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാവും. ഇടയ്ക്ക് വെച്ച് ഇവൻ ഇച്ചിരി നീറ്റായിട്ടൊക്കെ നിന്ന് നോക്കിയതാണ്, പക്ഷേ ഇവനെ കൊണ്ട് അതൊന്നും പറ്റില്ല, ഇതാ അവൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് ഇവൻ്റെ വാ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. രേവതി ചോദിക്കുകയാണ്, അയ്യോ നിങ്ങൾ മദ്യവെച്ചിട്ടാണോ വന്നത്? ഈ ശീലമൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിരുന്നതാണല്ലോ, എന്ത് പറ്റി എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണോ, എല്ലാത്തിനും
കാരണം നീയാണ്ടി, നീ കാരണമാണ് ഇതൊക്കെ എല്ലാം സംഭവിച്ചത്, നീ കാരണമാണ്, എൻ്റെ കാറും പോയി, എല്ലാം പോയി, എൻ്റെ മാനവും പോയി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയണേ, എന്താടാ നീ കാണിക്കുന്നത്? മദ്യപിച്ചുകൊണ്ടാണോ ഇങ്ങോട്ട് വരേണ്ടത്? നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചിട്ട് ഇങ്ങോട്ട് വരരുതെന്ന്. പഴയതുപോലെയാണോടാ? ഇവിടെ ഒരു പെൺകുട്ടിയുള്ള കാര്യം നിനക്ക് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി തട്ടി വിടുകയാണ്. പക്ഷേ സച്ചിക്കുണ്ടോ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സച്ചി വന്നിട്ട് കസേരയിൽ കയറി ഇരിക്കുകയാണ്, കസേര വലിച്ചിട്ട് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് പറയുകയാണ്, എനിക്ക് എല്ലാം നശിച്ചു. കൈയൊക്കെ ഇട്ട് പടപടാന്ന് പറഞ്ഞ് അവിടെ അവിടെയൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത്, എനിക്ക് എല്ലാം നശിച്ചു, ഇനി എനിക്ക് ഒന്നുമില്ല, എല്ലാം ഇവള് കാരണം. രേവതിയുടെ നേർക്കാണേ, ഇവള് കാരണം, ഇവളൊറ്റൊരുത്തി കാരണമാണ് എല്ലാം നശിച്ചത്. എൻ്റെ കാറും പോയി, പണവും പോയി, എല്ലാം പോയി, ഞാൻ കഴുത്തറ്റം കടത്തിലുമായി എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ രേവതിക്ക് നല്ല സങ്കടമാവുകയാണ്. രേവതി കണ്ണൊക്കെ നിറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി പറയാണ്, ഈ കള്ളുകൂടിയനെ ഇവിടെ ഇരിക്കാതെ മുറിയിലാനും കൊണ്ടുപോയി അടച്ചിടടി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേവതി പറയാണ്, ബാ അടുത്ത് ചെന്നിട്ട് പേടിച്ചാണ് പാവം നിൽക്കുന്നത്, വാ അകത്തേക്ക് പോവാം, എന്തിനാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്, അകത്തേക്ക് പോവാം, നിങ്ങൾ വരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു, വിറി നീ എന്നെ വിറി, എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചിട്ട് എല്ലാം തൊലച്ചിട്ട് നീ വന്ന് നിൽക്കുന്നുവല്ലേ, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന്, ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, എന്ത് നല്ലതിനടി, എന്നെ കടക്കാരനാക്കി എന്നെ നശിപ്പിച്ചപ്പോഴാണ് നിനക്ക്, ഇതാണോ നീ എനിക്ക് വേണ്ടി ചെയ്ത നന്മ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണം, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ആ സത്യം നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ തുള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു, നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ, അതുകൊണ്ടാണ് ഞാനത് ഒളിപ്പിച്ച് വെച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, എടി നീ നല്ലവളല്ല, നീ ഞാൻ വിചാരിച്ച കണക്കൊന്നുമല്ല, നീ ഭയങ്കര കള്ളിയാണ്, നീ എല്ലാം ഒളിപ്പിച്ച് വെക്കുന്നോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ ഭയങ്കരമായിട്ട് വായെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, എടാ നിനക്ക് നാണമില്ലേ, നിനക്ക് നാണമില്ലേടാ ഇവിടെ കിടന്ന് ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് കള്ളുകൂടിയന്മാരെ കണക്ക് കിടന്ന് ബഹളം വയ്ക്കാൻ, എടാ ഒന്നുമില്ലെങ്കിലും നീ ശ്രുതിയുടെ കാര്യമെങ്കിലും ഓർക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. നീ ശ്രുതിയുടെ കാര്യമെങ്കിലും ഓർക്കണ്ടേ, നിന്റെ ഭാര്യയെ കണക്കാണോ അവിടെ, ഒരു കൾച്ചറുള്ള കുടുംബത്തിൽ നിന്ന് വന്നവളാണ് ഈ ശ്രുതിയുടെ മുമ്പിൽ വെച്ച് നിനക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചി പറയണം, നിർത്തടാ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് സുധിയുടെ ഇവിടെ ഇങ്ങനെ ഒരു കുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എടാ സോഡാ കുപ്പി നിർത്തടാ, നിന്റെ ചരിത്രങ്ങളൊക്കെ നീ എന്നെ കൊണ്ട് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, അവനൊരു നല്ലവൻ, എടാ നിന്നെ കണക്ക് കെട്ടോമാര് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാടാ, എടാ ഓടിപ്പോയവനെ, നീ ഓടിപ്പോയത് കാരണമല്ലേടാ ഈ കുടുംബത്തിൽ ഇത്രയും അപമാനം ഉണ്ടായത്, അത് കാരണമല്ലേടാ എൻ്റെ ഈ തലവരെ ഇങ്ങനെ ആയത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്തിനാണ് സംഭവിച്ചതെന്നുള്ള കാര്യം ശ്രുതിക്ക് ഒന്നും അറിയാൻ വയ്യ. ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാം വിളിച്ച് പുള്ളിക്കാരൻ പറയുമെന്നറിയാൻ വയ്യ. അപ്പോൾ വീണ്ടും സച്ചിയല്ലേ ആള്, ഒരു വട്ടം വാ തുറന്നാൽ പിന്നെ അടയ്ക്കില്ലല്ലോ. സച്ചി പറയണു, എടാ ഓടിപ്പോയവനെ, എടാ ഓടിപ്പോയ നാറി, നീ ഓടിപ്പോയത് കാരണം കൊണ്ടാ ഇതെല്ലാം മൊത്തത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണേ, എന്താടാ നീ പറയാൻ വരുന്നത്, നിനക്കെന്താ, നീ എന്താ പറയാനായിട്ട് തുടങ്ങുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയുകയാണ്, പറയാനുള്ള എന്താണെന്ന് വെച്ചാലേ ഞാൻ പറയാം, ഈ ഓടിപ്പോയ നാറിയില്ലേ എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുമ്പോൾ സച്ചിക്ക് ഇക്കള് വെട്ടുകയാണ് സച്ചിക്ക്. അപ്പം തന്നെ രേവതി പറയണ, വെള്ളം കൊണ്ട് തരാമെന്ന് പറയുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ശ്രുതിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലവിടെ ടേബിളിൻ്റെ പുറത്തിരിക്കുകയാണ്. അങ്ങനെ സച്ചി ചെന്നിട്ട് ആ പാലെടുത്തിട്ട് കുടിക്കുകയാണ്. അപ്പോൾ പാലെടുത്ത് കുടിക്കുന്നതിന് മുമ്പ് പാലിങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതെന്താ വെള്ള കളറിലുള്ള വെള്ളത്തിൻ്റെ കളറൊക്കെ ഇപ്പം മാറിയോ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് കൈയിട്ട് ഇങ്ങനെ കലക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കൊച്ചു കുട്ടികളെ കണക്ക് ഇങ്ങനെ വിരൽ ഉറിഞ്ചുകയാണ് സച്ചി. അതിനുശേഷം പറയണേ, ഓ ഇതെന്താ വെള്ള കളറിലുള്ള വെള്ളം എന്ന് പറഞ്ഞിട്ട് സച്ചി അതങ്ങ് കുടിക്കുകയാണ്. കുടിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, ഏടാ അത് കുടിക്കരുത്, അത് ശ്രുതിമോക്കുള്ള പാലാണ്, ബദാമും കുങ്കുമപ്പൂവൊക്കെ ഇട്ട പാലാണ്, നീ കുടിക്കല്ലേ എന്ന് പറയാണ് ചന്ദ്രമതി. വല്ല രക്ഷയുണ്ടോ? സച്ചി കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ പടാമെന്ന് പറഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, വൃത്തികെട്ട കള്ളുകൂടിയ അത് കുടിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി എണീച്ചിട്ട് ആടി ചെല്ലുകയാണ് ചന്ദ്രമതിയുടെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, കള്ളുകൂടിയനോ? ആരാ കള്ളുകൂടിയൻ? ഞാൻ കള്ളുകൂടിയനല്ല, ഞാൻ ഇന്ന് ഇത്തിരി പുലം കഴിച്ചു, അത്രയേ ഉള്ളൂ എന്ന് കരുതി ഞാൻ കള്ളുകൂടിയനാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രമതി പറയണം, നാറിയിട്ട് വയ്യ, ഇങ്ങനെ സാരത്തുമ്പഴത്തെ മൂക്കിൽ വെച്ചിട്ടാണ്, നാറിയിട്ട് വയ്യ, ഒന്ന് ഇറങ്ങിപ്പോടാ മുമ്പിൽ നിന്ന് എന്നിങ്ങനെ പറയണേ. ശ്രുതിമോള് നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ശ്രുതി പറയണം, നിനക്ക് നാണം ഉണ്ടാടാ ഇങ്ങനെ കുടിച്ചിട്ട് വരാനായിട്ട്? അപ്പോൾ എന്നെ നേരെ സച്ചി ശ്രുതിയുടെ നേർക്ക് തിരിയണം. എന്നിട്ട് പറയണം, എടാ സോഡാ കുപ്പി നീ മിണ്ടിപ്പോവരുത്, നിനക്ക് നാണം ഉണ്ടാടോ, നിനക്ക് നാണം ഉണ്ടാടാ വൃത്തികെട്ടവനെ എന്നൊക്കെ പറയണം. എന്നിട്ട് ശ്രുതിയെ നോക്കിയിട്ട് പറയണേ, ദേ പൗഡർ ഏട്ടത്തിക്ക് ഇവനെ പറ്റി വല്ലതും അറിയാമോ?
എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇവൻ്റെ കൂടെ ജീവിക്കുന്നത്? ദേ ഇവനെപ്പോലൊരു നാറിയെ ലോകത്ത് വേറെ എങ്ങും കാണത്തില്ല. ഇവനുണ്ടല്ലോ ഈ നാറി, ഇവൻ ജോലി ചെയ്യില്ല ശരീരനക്ക്. ഇവൻ ഇത്രയും വയസ്സ് വരെ ഇവൻ പഠിച്ചു കുറേ ഡിഗ്രിയൊക്കെ ഇവൻ ഉണ്ടാക്കിയെന്നല്ലാതെ 10ൻ്റെ പൈസ ഇവൻ ഇന്ന് വരെ ഈ വീട്ടിൽ ചിലവാക്കിയിട്ടില്ല. അറിയോ? ഞാൻ സച്ചി കള്ളുകൂടിയനും പോക്കറിയൊക്കെ ആയിരിക്കും, പക്ഷേ ഇന്നും എല്ലാവരും ഞണ്ണുന്നതുണ്ടല്ലോ സച്ചി കൊണ്ടുവരുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശ്രുതി പറയണേ, എടാ 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 ഇങ്ങോട്ട് നോക്കടാ, എടാ വൃത്തികെട്ടവനെ, നീ ഇന്നോളം സ്വന്തമായിട്ട് ജോലി ചെയ്ത് നിന്റെ വിയർപ്പിൽ നിന്ന് നീ പൈസ ഉണ്ടാക്കിയിട്ട് നീ 10 രൂപ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ടോടാ? നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് പിടിച്ചു പറിക്കുന്നതല്ല ഇത്. ഇന്ന് വരെ നിന്റെ 1 രൂപ കാശ് നീ വീട്ടിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പം ആകെ ചൂളിപ്പോവുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ഉടനെ ചന്ദ്രമതി ഇടയ്ക്ക് കയറിയിട്ട്, മോളെ ശ്രുതി, ഇവൻ കള്ളു കുടിച്ചിട്ടേ മദ്യത്തിൻ്റെ ലഹരിയിൽ ഇങ്ങനെ പലതും വിളിച്ച് പറയും. ഇവൻ എന്തറിയാം, ഇഷ്ടം പോലെ പൈസ ഇവിടെ തന്നിട്ടുണ്ട് സുധി ഈ വീട്ടിൽ ഇഷ്ടം പോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ സച്ചിനാണ്, ദേ തള്ള എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ തള്ളയാണെന്നൊന്നും നോക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങനെ മാറുകയാണ്. എന്നിട്ട് സച്ചി എന്നിട്ട് പറയാണ്, സുധീരെ ഷർട്ട് ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ ഒരു കുത്തിയിട്ടാണ് പറയുന്നത്, ദേ ഇവ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഉണ്ടല്ലോ, ഈ ഷർട്ട് പോലും ഇവൻ്റെ സ്വന്തം പണം കൊടുത്ത് ഇവൻ വാങ്ങിച്ചതല്ല, അത്ര നാണം കെട്ടവനാണ് ഇവൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആകെ ചൂളി പോവുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി. അപ്പോൾ നമ്മുടെ സച്ചി വീണ്ടും പറയണേ, ഇവനുണ്ടല്ലോ ഇവനാ എൻ്റെ ജീവിതം തൊലച്ചത്, ഇവൻ ഓടിപ്പോയത് കൊണ്ടാണ്. ഈ ഓടിപ്പോക്കിന്ന് സച്ചി പിടി വിട്ടിട്ടില്ല, വിടുമെന്നും തോന്നുന്നില്ല. രേവതി ഇതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. രേവതി അതിൻ്റെ ഇടയ്ക്കൊക്കെ പിന്നാലെ ചെന്ന് പറയുന്നുണ്ട്, ഒന്ന് വാ മുറിയിൽ പോവാം, ഇങ്ങനെ ബഹളം വയ്ക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ടിട്ട് ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല സച്ചി. മൈൻഡ് ചെയ്യാതെയാണ് ഇങ്ങനെ ഒക്കെ കാണിക്കുന്നത്. അതിനുശേഷം സച്ചി വന്നിട്ട് മേശപ്പുറത്ത് അങ്ങോട്ട് കസേര വലിച്ച് പുറത്തോട്ട് ഇട്ടിട്ട് ആ കസേര കയറി ഇരുന്നിട്ട് വണ്ടി ഓടിക്കുന്ന കണക്കൊക്കെ കാണിക്കുകയാണ്, ബ്രും ബ്രും എന്നൊക്കെ കാണിക്കുകയാണ്. എന്നിട്ട് സച്ചി പറയണേ, അപ്പോൾ ഉടനെ രേവതി പറയണേ, വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ എന്താ ഇത് കാണിക്കുന്നത്? ഈ വണ്ടി ഇതിൻ്റെ സ്റ്റിയറിംഗ് കാണുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ രേവതി പറയണം, അതിന് നിങ്ങൾ കാറിലല്ല ഇരിക്കുന്നത്, ഇത് വീട്ടിനകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ആണോ? ഓ അതായിരിക്കും സ്റ്റിയറിംഗ് കാണാത്തത് എന്നിങ്ങനെ പറയുകയാണ് സച്ചി. അങ്ങനെ സച്ചി ഓരോരോ പേക്കുത്തുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ അള്ളിപ്പിടിച്ച് എല്ലാവരുടെ അടുത്തും വഴക്കും പ്രശ്നവും അത്രയും ഉണ്ടാക്കുകയാണ് സച്ചി. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതിയുടെ ഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ചന്ദ്രമതി ഒത്തിരി സച്ചി അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രേവതിയോട് ചന്ദ്രമതി വീണ്ടും പറയണേ, എടി ഇവൻ്റെ കൂത്തൊന്നും ഇവിടെ ആർക്കും കാണണ്ട, മര്യാദയ്ക്ക് ഇവനെ പിടിച്ച് പെരയ്ക്കാത്ത കൊണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി ചെന്ന് പിടിക്കുകയാണ്. വാ മതി, ഇനി എല്ലാം മുറിയിൽ ചെന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പിടിക്കുമ്പോൾ ഇറങ്ങിപ്പോടി, നീ ആരാടി എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതിയോട്. അതിനുശേഷം സച്ചി പറയണം, എടി നീ കാരണം ഇന്ന് ഞാൻ നാണം കെട്ടു, നിനക്കറിയാമോ എൻ്റെ കടം വണ്ടി, എൻ്റെ സ്വന്തം വണ്ടി ഞാൻ പൊന്നുപോലെ കൊണ്ടുവരുന്ന എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായി. പകരം ഞാൻ ഓടിച്ച വണ്ടിയുടെ അതിൻ്റെ വാടക കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതായി, ഡ്യൂ അടയ്ക്കാൻ പൈസയില്ല, പലിശയ്ക്ക് കൊടുക്കാൻ പൈസയില്ല, തല മൊത്തം കടം കയറി മുങ്ങി നിൽക്കുന്ന ഞാൻ കയ്യിലുണ്ടായിരുന്ന പൈസയും കൊണ്ട് പലിശക്കാരന് കൊടുക്കാൻ ചെന്നപ്പോഴുണ്ടല്ലോ ഞാൻ അയാളോട് കെഞ്ചി പറഞ്ഞ് 4 ദിവസത്തെ അവധി ചോദിച്ചു. അയാൾ എന്നെ അധിക്ഷേപിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നാണക്കേട് ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, വണ്ടിയുടെ വാടക ഇത്തിരി കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ അയാൾ, എടാ ഞാൻ കുരച്ച് തരണോടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കി ബൗ എന്ന് പറഞ്ഞ് അയാൾ കുരച്ച് കാണിച്ചു. ഇതിൽ കൂടുതൽ നാണക്കേട് സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലടി എന്ന് പറഞ്ഞിട്ട് നെഞ്ചൊക്കെ അടിച്ചു വാട്ടയാണ്. എന്നിട്ട് അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണ, ഇവൻ്റെ ഷോയൊന്നും ഇവിടെ ആർക്കും കാണണ്ട, പിടിച്ചോണ്ട് പോടി അവനെ. അപ്പോൾ രേവതി വന്നിട്ട്, രേവതിക്ക് വിഷമമാവുന്നുണ്ട്. അങ്ങനെ രേവതി വന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയെ നമ്മുടെ രേവതിയെ കൈ ചുരറ്റി ഒറ്റ എറി കൊടുക്കുകയാണ്. രേവതി വന്നിട്ട് തൂണിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വന്ന് വീഴുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നമ്മുടെ രവീന്ദ്രൻ കടന്നു വരുന്നത്. രവീന്ദ്രൻ അപ്പോഴേ എടാ സച്ചി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി തിരിഞ്ഞു നോക്കുകയാണ്. രേവതിയെ പിടിച്ച് തള്ളുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. നമ്മുടെ രവീന്ദ്രൻ്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്, രേവതിക്കും അതുപോലെ തന്നെയാണ്. അങ്ങനെ രവീന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് മോനെ നീ കാണിച്ചത്? നീ ഇതിനെങ്ങനെ കുടിച്ചോണ്ട് വന്നത്? നീ കുറേ നാളായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം വീണ്ടും തുടങ്ങിയോ? എന്താ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാനങ്ങനെ കുടിച്ചോന്ന് വെച്ചാൽ ഒരു ശകല അച്ഛാ, മനസ്സിന് നല്ല വിഷമം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു
ഇത്രയും കുടിച്ചോളൂ എന്നിങ്ങനെ പറയുകയാണ്. അച്ഛാ, എല്ലാവരും എന്നെ പരിഹസിക്കുന്ന അച്ഛാ, കടം കയറി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് പറ്റുന്നില്ല, എൻ്റെ വണ്ടി ഇറക്കാനും പറ്റുന്നില്ല അച്ഛാ. ഇന്ന് ഞാൻ പലിശ കൊടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ കളിയാക്കി അച്ഛാ. മഹേഷിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ഇത്തിരി പൈസ കുറച്ച് തരാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നെ നായ്ക്കളെ പോലെ കുരച്ച് ബൗ 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 എന്ന് കാണിച്ചച്ചാ. എനിക്ക് വയ്യച്ചാ. അങ്ങനെ നമ്മുടെ ഭയങ്കര എന്താ പറയുന്നത്, ഒരു ക്യൂട്ടായിട്ട് കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ പറയുകയാണ് സച്ചി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തട്ടുകയാണ്. എന്നിട്ട് പറയണം, മോനെ സച്ചി, എല്ലാം തീരും, എൻ്റെ മക്കൾ സമാധാനമായിട്ടിരി എന്നൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് സച്ചിയുടെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയണ്, എടാ ഇവിടെ നാറിയിട്ട് നിൽക്കാൻ വയ്യ, കള്ളുകുടിയാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി പറയണ്, ദേ നാറ്റോ എന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെല്ലുമ്പോൾ ചന്ദ്രമതി മകനാണെന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെ പിടിച്ച് ഒറ്റൊരു തള്ളു കൊടുക്കുകയാണ്. സച്ചി വന്നിങ്ങനെ ക്ടേന്ന് പറഞ്ഞിങ്ങനെ വീഴുകയാണ് ഭിത്തിയിലേക്ക് ഇടിച്ചിട്ട്. അത് കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം വരികയാണ്, അതുപോലെ രവീന്ദ്രനും. അങ്ങനെ നമ്മുടെ സച്ചി ചാടിപ്പറിച്ച് എഴുന്നേറ്റിട്ട് അമ്മേരെ നേർക്കങ്ങ് കയറിയിട്ട് പറയണ്, ദേ ദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓങ്ങുകയാണ് വിരളൊക്കെ ചൂണ്ടിയിട്ട്. എന്നിട്ട് സച്ചി പറയണം, ദേ നിങ്ങൾ പോയി നിങ്ങളെ മോനിലെ ആ സോഡാ കുപ്പി അവൻ്റെ അടുത്ത് പോയിക്കോണം, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലേ സച്ചിയുടെ ദേഹത്ത് തൊട്ട് കളിക്കരുത് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നേരെ നമ്മുടെ ശ്രുതിയുടെ നേർക്ക് തിരിയാണ്. എന്നിട്ട് പറയണം, പൗഡർ ഏട്ടത്തി, ഇവനെ വേണമെങ്കിൽ കൊണ്ടുപോ, ഇവൻ ഏത് തരക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവൻ ഏതൊക്കെ രീതിയിലും ആരെയെല്ലാം വഞ്ചിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലൊരു വൃത്തികെട്ടവനെ, ശാപം പിടിച്ചവൻ ലോകത്തുണ്ടാവില്ല. എൻ്റെ ഈ അധപ്പതനത്തിനെല്ലാം കാരണം ഇവനാണ്. ഇവൻ അന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുധിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതിയും പേടിച്ചു പോവുകയാണ്, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്ന്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, മോനെ സച്ചി നിർത്ത്, ഇനി ഒന്നും പറയണ്ട, മിണ്ടാതിരിക്കുക. ഇല്ലച്ചാ ഞാൻ പറയും, ഇവൻ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ചന്ദ്രമതി പറയണം, മോളെ ശ്രുതി, നീ ഒരു കാര്യം ചെയ്യ്, ശ്രുതിയും കൂട്ടി മുറിക്കകത്ത് പോ എന്നിങ്ങനെ പറയണം. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ശ്രുതി പറയണം, വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ശ്രുതി പറയണം, വാ ശ്രുതി, നമുക്ക് അകത്ത് പോകാൻ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി അകത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് സച്ചി വിളിച്ചിട്ടുണ്ട്, എടാ പോടാ നീ പെരയ്ക്കകത്ത് കഥവടച്ചിരിയടാ കുഞ്ഞുവാവേ, നീ എത്ര നാൾ ഇങ്ങനെ പെരയ്ക്കകത്ത് കയറി കഥവടച്ചിരിക്കോടാ, എന്നെങ്കിലും ഒരു ദിവസം എല്ലാവരും എല്ലാം അറിയടാ, അന്നാണ് നീ പെടാൻ പോണത് എന്നിങ്ങനെ വിളിച്ച് പറയണം. അങ്ങനെ അവരെ മുറിക്കകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി പറയണം, ഇവനെ ഉണ്ടല്ലോ നിങ്ങളിതൊന്നും അല്ല അനുഭവിക്കാൻ പോകുന്നത്, ചക്കിക്കത്തൊരു ചങ്കരന് എന്ന് ഇവള് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തി. അപ്പോൾ രവീന്ദ്രൻ പറയണ, നിർത്തടി. രവീന്ദ്രൻ പറയണ, വാ തുറക്കരുത് നീ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വായ അടപ്പിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ, അല്ലാതെ വേറൊന്നും അറിയത്തില്ലല്ലോ എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ എന്നിട്ട് വീണ്ടും പറയണം, ഒരു കള്ളുകുടിയൻ, ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവൻ ഒരിക്കലും നന്നാവാൻ പോണില്ല, ഇവൻ ഇത് തന്നെയാ ഇവൻ്റെ സ്വഭാവം എന്നൊക്കെ പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണേ, ചന്ദ്രേ കയറിപ്പൊടി അകത്ത് എന്നിങ്ങനെ പറയാണ്. ചന്ദ്രമതി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതിയെ കൂടി ഒരു കുത്തു വെച്ച് കൊടുത്തിട്ടാണ് അകത്തേക്ക് പോകുന്നത്, നാവുകൊണ്ട്. അപ്പോൾ രേവതി നിന്ന് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, മോനെ സച്ചി, മക്കളെ എല്ലാം ശരിയാവും, അച്ഛനല്ലേ പറയുന്നത്, എൻ്റെ പൊന്നു മോനെ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സച്ചി അച്ഛൻ്റെ കൈയൊക്കെ വിടിയിച്ചിട്ട് പെല്ലെ ഞാൻ നാശിച്ചു, എനിക്കിനി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിച്ചും പേയും പറഞ്ഞിട്ട് പെല്ല സ്റ്റെപ്പിൽ അള്ളിപ്പിടിച്ച് പാമ്പെഴഞ്ഞ് പോകുന്ന കണക്ക് എഴഞ്ഞെഴഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി നിന്ന് കരയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണ, മോളെ എൻ്റെ പൊന്നു മോളെ നീ കരയല്ലേ, ഒക്കെ ശരിയാവും മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണ, ഇല്ലച്ചാ ഓക്കെ, ഞാൻ സത്യത്തിലുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഇന്നലെ 2 ദിവസം മുമ്പ് വരെയുള്ള ആ ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഇനി എന്നും ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, മറ്റുള്ളവർ പറയുന്നത് ശരിയാണ്, ഒരുപാട് സന്തോഷം നമുക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദുഃഖം ഉണ്ടാവുമെന്ന്. ആരും മതിമറന്ന് സന്തോഷിക്കരുതെന്ന് പറയുന്നത് ഇതിനെയൊക്കെ ആയിരിക്കും. ഞാൻ സന്തോഷിച്ചതിൻ്റെ ഫലം വെച്ച് ഞാൻ ഇന്ന് ദുഃഖിക്കേണ്ടി വന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ അവിടെ തന്നെ എത്തിയിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി കരയാണ്. രവീന്ദ്രൻ്റെ കണ്ണ് അതിനപ്പുറം നിറഞ്ഞ് കലങ്ങി. അങ്ങനെ രവീന്ദ്രൻ പറയണ, എൻ്റെ മോള് സമാധാനമായിട്ടിരിക്കുക, നാളെ നേരം വിളിക്കട്ടെ, അച്ഛൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം, പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് അവനോട് സംസാരിച്ച് അവൻ്റെ മണ്ടയിൽ ഒന്നും കയറത്തില്ല, എൻ്റെ മോൾ അകത്തേക്ക് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അകത്തേക്ക് മെല്ലെ കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. നോക്കുമ്പോഴത്തേക്ക് കാണുന്ന അകത്തേക്ക് മുറിയിൽ കയറി വാതിലടച്ചിട്ട് രേവതി നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ സച്ചി നിലത്ത് കിടക്കുകയാണ്. സച്ചി നിലത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് തറയിൽ കിടക്കുകയാണ്, പക്ഷെ കാല് രണ്ടും പൊക്കി മെത്തേര പുറത്തും വെച്ചിരിക്കുന്നു. പുള്ളിക്കാരൻ തറയിൽ കിടന്നിട്ട് കാല് മാത്രം മെത്തേര പുറത്ത് കിടക്കുന്നു. ഇത് കണ്ടിട്ട് രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്.
ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി മാരകമായിട്ടുള്ള എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ എല്ലാവരും തീർച്ചയായും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബോധമല്ല എന്തിനു കൊള്ളായിരുന്നു അഴുക്ക എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അവതരണം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.